നമുക്കൊന്നൊരു കിടുക്കാച്ചി ബീഫ് കറി ആയാലോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും ഒരു 2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു വയനയില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സവാള, 1/2 കപ്പ് ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് ഇതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നല്ലതുപോലെ നമ്മുടെ ബീഫ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണിത്. 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കുക്കർ വേണമെങ്കിൽ 30 മിനിറ്റ് കുക്ക് ചെയ്യുന്നതിന് പകരം കുക്കർ വേണമെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.